അപ്പോൾ ഗയ്സ്, എനിക്കും ഇന്ന് ഷിംജാനും ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ രണ്ടുപേരും ഇന്ന് ബീച്ചിൽ പോണ് അല്ലേ ഷിംജാനെ? അപ്പൊ ഷിംജാൻ എല്ലാം സെറ്റല്ലേ? ഷിംജാൻ അങ്ങനെ ഹാപ്പിയായി. ആടാ ഷിംജാനെ, ഞാൻ പോവേല്ലേടാ ചെറുക്ക, ഈ ഷിംജാന്റെ കാര്യം. പിന്നെ അവിടെ നിൽക്കാതെ വാടാ, നമുക്ക് പോകണ്ടേ ഷിംജാനെ? നേരത്തേക്ക് പോവാം, അല്ലെങ്കിൽ മഴയായി പോവും. എന്നെ അറിയാതെ ഇരിക്കുവോടാ ഷിംജാനെ? നീ ഒന്ന് വണ്ടി കയറിയാണ് ഇട്ട് തരാം. പിടിച്ചു തരുന്നോടാ ഷിംജാനെ? ഷിംജാനെ, നമുക്ക് സ്കൂളിൽ പോവാം. കൊള്ളാടാ ഷിംജാനെ, സ്കൂളിൽ പോവാന്ന് പറഞ്ഞപ്പോ അവന് പനി. പിന്നെ ഐസ്ക്രീം കുടിക്കാൻ കയറുന്നത്. എന്തായാലും ഞാൻ നിന്നെ ഐസ്ക്രീം കുടിക്കാൻ കയറും. മതിയടാ ഷിംജാൻ, എന്നെ പൊക്കിയ പൊങ്ങി 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 കാല് തെറ്റി വീഴും ഞാൻ. ഷിംജാനെ മതി, ഐസ്ക്രീം കുടിക്കാതെ ഞാൻ പോകും. പിന്നെ മര്യാദയ്ക്ക് വാടാ ഷിംജാനെ. നിനക്ക് ഏത് ഐസ്ക്രീം വേണം? ഇവിടെ ഇപ്പം നിനക്ക് ഏതാണ്? ഇവിടെ സ്ട്രോബെറി ഉണ്ട്, പിസ്തയുണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, പിന്നെ ഏതുണ്ട്? ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നുണ്ടാ ഷിംജാനെ. നിനക്ക് ഇതിന് ഏത് വേണം? സ്ട്രോബെറി, പിസ്ത, ബട്ടർ സ്കോച്ച് ഇഷ്ടമുള്ള പറയടാ ഷിംജാനെ. നിനക്ക് ഞാൻ ഇതിന് ഇഷ്ടമുള്ള ഐസ്ക്രീം മേടിക്കാം. പിന്നെ ഞാൻ 2 വാനില ഐസ്ക്രീം. ആടാ ഷിംജാനെ, വാനില ഐസ്ക്രീം ഉണ്ടോ? ആണ്ടേട്ടാ ഷിംജാനെ, ഇവിടെ ഇരിക്കണം. നിനക്ക് അത് മതിയാ? പിന്നെ എന്തിനാടാ ഷിംജാനെ ഇത്ര അന്തം വിട്ട് കുന്തം വിഴുങ്ങി? അയ്യോ, വാനില ഐസ്ക്രീം ഉണ്ടാന്നൊക്കെ ചോദിച്ചാ? ഓ, നീ 2 ബട്ടർ സ്കോച്ചും പിന്നെ ഞാൻ 2 വാനിലയും കേട്ടാടാ ഷിംജാനെ. പിന്നെ നിനക്ക് വേറൊരു ഐസ്ക്രീമും വേണ്ടല്ലേ? പിന്നെ ഷിംജാനെ, അവിടെ ചെന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഐസ്ക്രീം കട പോലും ഇല്ല. നിനക്ക് പിന്നെ ഇത്ര മതിയല്ലേ? ഞാൻ ബില്ലടിക്കണം. ചേട്ടാ, 2 ബട്ടർ സ്കോച്ചും 2 വാനില എത്ര? അത് വാനില 2 എണ്ണം 60 രൂപ, ബട്ടർ സ്കോച്ച് 2 എണ്ണം 70 രൂപ. ഓക്കെ, ഞാൻ ഇവിടെ പേ ചെയ്തിട്ടുണ്ട് പൈസ. ഇപ്പം ഞാൻ പോണ് കേട്ടാ. വാടാ ഷിംജാനെ, ഇങ്ങോട്ട് ഇനി അടുത്ത എന്തൊരു ഐസ്ക്രീം നോക്കണം? ഇനി ഒരു ഐസ്ക്രീമും ഇല്ല, പൈസയൊക്കെ കൊടുത്ത്. വാ, ഇനി നമുക്ക് ബീച്ചിലോട്ട് പോവാ. ഒന്ന് ചാടി വണ്ടി കയറാ ഷിംജാനെ. നല്ല മഴക്കോളുണ്ട്. മഴ വീണ മുമ്പ് നമുക്ക് വീട്ടിലോട്ട് പോകണ്ടേ? നീ വന്ന് വണ്ടി കയറി. ഗയ്സ്, നമ്മൾ രണ്ടുപേരും ബീച്ചിലോട്ട് കത്തിച്ച് വിടുകയാണ് കേട്ടാ. എന്താടാ എന്താടാ ഷിംജാനെ, നിനക്ക് പറയാനുള്ള പറയടാ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകും കേട്ടാ. ഉണ്ടായിരടാ, നീ ഒരെണ്ണം കുടിച്ചല്ലോ ലൂപ്പ. ഷിംജാനെ, നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ച് കുടിക്കാം. നീ ഇപ്പോഴൊന്ന് അടങ്ങ്. എടാ ഷിംജാനെ, നമ്മൾ ബീച്ചിലെത്തി കേട്ടാ. എടാ ഷിംജാനെ, നിന്റെ പാട്ടൊന്ന് നിർത്തിയാണ്, എൻ്റെ ചെവി അടിച്ചു പോയി. എടാ ഷിംജാനെ, മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകും. പോണ്ടെങ്കിൽ നിന്റെ വായും വെച്ച് അവിടെ അടങ്ങിയിരി. ആടാ ഷിംജാൻ, ഇവിടെ നല്ല തണുപ്പുണ്ട്. വാടാ, നമുക്ക് അവിടെ പോയി നിൽക്കാടാ. നല്ല കാഴ്ചയൊക്കെ കാണാം. നല്ല കടലിൻ്റെ തണുപ്പും തിരയൊക്കെ എടുത്ത് നമുക്ക് അവിടെ നിന്ന് വൈകിട്ടൊന്ന് നിന്നിട്ടൊക്കെ അങ്ങ് വരാം. കുറേ വർഷത്തിന് ശേഷമല്ലേടാ ഷിംജാനെ നമ്മൾ ബീച്ചിലോട്ട് വരണം. നല്ല ഫാമിലി ഞാൻ ഇത് ഫാമിലിൻ്റെ അടുത്ത് ഞാനാണ് പറയാനുള്ളത്. എടാ ഷിംജാനെ, കരയില്ലേ? നമുക്ക് ഈ ബീച്ചിൻ്റെ അവിടെ നിന്ന് കാറ്റൊക്കെ കൊള്ളുമ്പോൾ നിന്റെ കരച്ചിലും വിളിയും എല്ലാം പോകും. എടാ വാടാ ഷിംജാനെ, നമുക്കൊന്ന് കുളിച്ചിട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. പിന്നെ ഉപ്പല്ലാതെ എടാ ഷിംജാനെ, നീ അതിനിടെ പതുങ്ങി ഇരിക്കുകയാണല്ലേടാ ഷിംജാനെ. ചൂട് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ്
പിന്നെ ഷിൻചാനെ നീ ഒരുപാട് വെള്ളത്തിന്റെ അടിയിൽ പോകണ്ട കേട്ടാ. ഷിൻചാനെ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അയ്യോ ഷിൻചാൻ അവിടെ എൻ്റെ ചെറുക്കൻ അവിടെ പോയി. അയ്യോ എൻ്റെ ഷിൻചാൻ ഇവിടെ പോയി കാണാനില്ലേ? നാട്ടുകാർ ഓടി വരണ ഷിൻചാനെ കാണാനില്ലേ? എടാ ഷിൻചാനെ എങ്ങോട്ട് പോയടാ നീ? അയ്യോ നീ എങ്ങോട്ട് പോയടാ ഷിൻചാനെ? എനിക്ക് കാണേ നിന്നെ ഇപ്പം കാണണേ. എവിടെ നിന്നാ വരണ ചെറുക്കൻ? നിനക്ക് ഞാൻ നല്ല അടി തരും. എവിടെയെങ്കിലും അങ്ങ് പോയി കേട്ടാ. ഞാൻ പറഞ്ഞില്ല ഉൾക്കടയിൽ പോകണ്ടെന്ന്. അവൻ്റെ ഒരു പെട്ടി നോക്കിപ്പോയി. എടാ ഷിൻചാനെ നീ ഇവിടെ നിന്നാ മതി, ഇതിനപ്പുറം നീ പോയി പോവല്ലോ. ഡേ ചെറുക്ക എവിടെ പോയടാ നിന്റെ അണ്ണൻ? ഡാ ചെറുക്കനെ ദേഷ്യം പിടിപ്പിക്കാതെ കേറി വാ, നമുക്ക് പോവാം. പിന്നെ പോവാതെ ഇവിടെ നിന്നാ ഇനി ശരിയാവൂല. വണ്ടി കയറടാ ചെറുക്ക. നിന്നെ കാരണം തന്നെ, നീ ഒരുത്തം കാരണം തന്നെ പോവേണ്ടി വന്നു. നീ വല്ല കടലിന്റെ അകത്തു വല്ലതും പോയാൽ നിന്നെ കാണാനില്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഞാൻ എന്തിനു പറയണ ചെറുക്ക? അയ്യോ സമാധാനമായടാ ഷിൻചാനെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടാ. എടാ ഷിൻചാനെ നീ വിഷമിക്കണ്ട, ഞാൻ ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് വരട്ടാ. എടാ ഷിൻചാനെ പൊക്കി അടിച്ചത് മതി, ഞാൻ നിനക്കും കൂടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാം. എവിടുന്നാന്ന്? നമ്മൾ രാവിലെ വാങ്ങിച്ച കടയിൽ നിന്ന് ഐസ്ക്രീം അടിച്ചു കഴിക്കും. ആടാ ഷിൻചാനെ രാവിലെ 2 ഐസ്ക്രീം കുടിച്ചില്ലേ? ഇന്ന് ഒരു ഐസ്ക്രീമും കൂടെ കുടിച്ചാൽ മതി, ഒരുപാട് കുടിക്കണ്ട. നീ ഇന്ന് രാത്രിയല്ലേ ഐസ്ക്രീം ഒരുപാട് കുടിച്ചു കിടന്നാ രാവിലെ തൊണ്ടാനോടിക്കും നിനക്ക്. വാടാ ഷിൻചാനെ നമുക്ക് രണ്ടുപേർക്കും ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് അങ്ങ് കയറി വരിക. അയ്യോടാ ഷിൻചാനെ ഐസ്ക്രീം കട അടച്ചല്ലോ. എടാ അടച്ചതാ, അതാ കൂട്ടി വെച്ചേക്കണ നിനക്ക് കണ്ണ് കണ്ടൂടെ? എടാ ഷിൻചാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാം? കട അടച്ചില്ല, ഇനിയിപ്പോ വല്ല വഴിയുണ്ടോ ഇനി ഐസ്ക്രീം കുടിക്കാൻ? എടാ ഷിൻചാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ മിക്കവാറും ചിലപ്പോൾ ഐസ്ക്രീം കാണാൻ ചാൻസ് ഉണ്ട്. എടാ ഷിൻചാനെ ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉള്ള കാര്യം ഞാൻ മറന്നുപോയടാ ഷിൻചാനെ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറ്റാതിരുന്നത്. എന്തായാലും സൂപ്പർ മാർക്കറ്റ് ഐസ്ക്രീം കാണാൻ ചാൻസ് ഉണ്ടടാ ഷിൻചാനെ. എന്തായാലും വേണം നമുക്ക് ഐസ്ക്രീം ഉണ്ടോന്ന് ഈ കടയിൽ കയറി നോക്കാം. നീ അവിടെ എന്തിനാ ചെയ്യണേ? ആ എടാ ഷിൻചാനെ നിന്റെ നിക്കറൊക്കെ ബൈക്കുന്ന അളവി വന്നാ? എടാ ഷിൻചാൻ ഇവിടെ ഒരു ഒറ്റ ഐസ്ക്രീം പോലും ഇല്ലല്ലോടാ, ഇനിയിപ്പോ എന്തിനു ചെയ്യും? ഇത് ഐസ്ക്രീമാണോ? ഇത് ഐസ്ക്രീം അല്ലടാ ഷിൻചാൻ, ഇതെന്തിനാ വെജിറ്റബിൾസ് എന്തരാണെന്ന്? എടാ ഷിൻചാൻ ഇവിടെ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടടാ. എന്തായാലും നമുക്ക് 2 ഐസ്ക്രീം വാങ്ങിക്കാം. നിനക്കൊരു ഐസ്ക്രീം എനിക്കൊരു ഐസ്ക്രീം, സെറ്റ് അല്ലേടാ ഷിൻചാനെ? പിന്നെടാ ഷിൻചാനെ മഴ വരണ മുമ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഐസ്ക്രീം ഒക്കെ എടുത്തിട്ട് നമുക്ക് വേഗം വീട്ടിൽ പോവാം കേട്ടാടാ. ഞാൻ സാധനം ബില്ല് ചെയ്യാൻ പോണ് കേട്ടാ. ആ ചേട്ടാ എത്ര രൂപയായി 2 ഐസ്ക്രീം? 30 രൂപയായി കേട്ടോ. ഓക്കെ ചേട്ടാ ഞാൻ പേ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ വാടാ ഷിൻചാനെ നമുക്ക് വേറെ വീട്ടിൽ പോവാം. ഷിൻചാനെ നീ ഭയങ്കര ചുമയല്ലായിരുന്ന, പിന്നെ എന്തിന് ഇപ്പോഴും ഐസ്ക്രീം കുടിച്ചാ? കൊണ്ട് ഒരു ഐസ്ക്രീമും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചില്ലേ? ഓ വിശ്വസിച്ചടാ ഷിൻചാനെ. പിന്നെ എനിക്ക് വിശക്കാണ്, നമുക്കൊന്ന് ബർഗർ മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് പോയാലോ? ആ നീ മാനത്ത് കണ്ടോണ്ടിരുന്നോ? ഞാൻ പോയി കഴിച്ചിട്ട് വരണം. ആ ചേട്ടാ ബർഗർ വാങ്ങിക്കാനാണ് കേട്ടാ വന്നാണ്. ബർഗർ കുറേ ബർഗറില്ലാതെ നീ ദോശ മേടിക്കാനാ വന്നാ? ചുമ്മാ പറഞ്ഞ ചേട്ടാ, നീയൊക്കൊന്ന് പറഞ്ഞാണ് നിനക്ക് എന്തൊരു വേണോന്ന്. ആ ചേട്ടാ ആ ബാക്കി ഇരിക്കണ ചെറുക്കന് ചിക്കൻ ബർഗർ, എനിക്ക് വെജിറ്റബിൾ ബർഗർ മതി. ഓടാ നിങ്ങളൊക്കെ അവിടെ എവിടെയെങ്കിലും പോയി ഒന്ന് ഇരി, ഞാൻ കൊണ്ടുണ്ടാക്കിയിട്ട് വരാം. പിന്നെ ആളാ ഈ ചെറുക്കനെ പിടിച്ച് അകത്തിരി, ഇവിടെ കിടന്ന് അവിടെ കള്ള ഷിൻചാനെ വാടാ അവിടെ കിടന്ന് കറങ്ങണ്. ആ ചേട്ടാ 2 ബർഗർ എത്ര രൂപയായി? 2 ബർഗർ 200 രൂപയായി. ആ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഷിൻചാനെ നമുക്ക് എന്തായാലും ഒന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങാം. അയ്യോടെ ഷിൻചാനെ ഇവിടെ മഴ പെയ്യണില്ലേ? ആ ബാംഗ്ലൂർ ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്ത്.
അതെന്താടാ ഷിൻജാനെ അങ്ങനെ? എന്തായാലും ആ ചൂടങ്ങ് പോയി. നല്ല നല്ല ഇടിവെട്ട്, നല്ല പിന്നേരും നല്ല അടിപൊളി മഴ. ഇനി ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം. ആ ഷിൻജാനെ കൊള്ളാല് 4 ഐസ്ക്രീം കുടിച്ച് നിന്നെ മൂക്കൊക്കെ അടച്ചാ? എടാ ഷിൻജാനെ എന്തായാലും നീ പോയി ചൂടുവെള്ളം കുടി. അപ്പം ജലദോഷവും മൂക്കടക്കമൊക്കെ അങ്ങ് മാറും. എടാ മഴ കൊള്ളാതെ ഒന്ന് അകത്ത് കയറി കിടക്കടാ ചെറുക്ക. എടാ ഷിൻജാനെ നീ വര തന്നെ. എവിടെയാണ് നീ? ആ വര തന്നെ. പോയി തലയൊക്കെ ചുടച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം നീ എടുത്തു കൂടി. ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടാ ചെറുക്ക. എനിക്കിത് കിടന്ന് ഉറങ്ങിക്കോളാം വയ്യ, ഭയങ്കര ക്ഷീണം. നീ ആണെങ്കിൽ അത് കടയടാ ഷിൻജാനെ. ഗായ്സ് അങ്ങനെ രാവിലെ ആയി കേട്ടാ. ഇന്നലെ നല്ല വയറ് കളിച്ച് കഴിച്ചോണ്ടാണ് നല്ല പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എന്തിനാടാ ഷിൻജാനെ നീ ഇവിടെ വന്നിരിക്കണ? ആ നീ അടുത്ത തൊല്ലയും കൊണ്ട് ഇറങ്ങി. എന്താണ് നിന്റെ ബിസിനസ് ഒന്ന് കേക്കട്ട്. ആ ബെസ്റ്റ് ഐസ്ക്രീംസ് ഒക്കെ നീ എടുത്ത് തന്നെ തിന്നും. പിന്നെ അതിൽ ബിസിനസ് ചെയ്യാൻ എന്തരടാ ചെറുക്കായിലിരിക്കണ? എടാ ചെറുക്കൻ നീ വല്ല സ്വപ്നം കണ്ടാടാ ജിംജാനെ? പെട്ടെന്ന് ഉറങ്ങി എണീറ്റപ്പോ അവന് ഒരു ബിസിനസ് തുടങ്ങണം. നീ ഒന്ന് പോടാ, രാവിലെ അടുത്തതല്ലേ ഇങ്ങോട്ട് ഇറങ്ങാതെ. ഞാൻ പോണ്. എടാ ഷിൻജാനെ നീ കടന്ന് കരയാ. നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം ബിസിനസ്. ആ തുടങ്ങിയല്ലേടാ പറ്റൂ ഷിൻജാനെ. ആ ഷിൻജാനെ നമുക്കിനിയിപ്പോൾ കട മേടിക്കണം സാധനമൊക്കെ പോട്ടെ. ഞാൻ ഒന്ന് കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങട്ട്. ആടാ ഷിൻജാനെ ഞാൻ ഇനി സാധനം മേടിക്കാൻ പോണ് കേട്ടാ. ആർക്ക്? നിനക്ക് തിന്നാനേ തികയോ? ഓളെ ചെറുക്ക ശരി ഞാൻ പോയി മേടിച്ചോണ്ട്. ഓളെ ചെറുക്ക നീയും കൂടെ വാ, എങ്കിലും നിനക്കല്ലേ അറിയാവൂ ഈ ഐസ്ക്രീമൊക്കെ എങ്ങനെ മേടിക്കണം, ഏതൊക്കെ ഫ്ലേവർ വേണം. അതുകൊണ്ട് നീയും വന്നേ പറ്റൂ. ഷിൻജാനെ നമ്മളിത്തിരി ലോങ് ഉള്ള കടയിലാണ് പോകുന്നത്. ഇവിടെ അടുത്തുണ്ടായിരുന്ന കടയൊക്കെ കൂട്ടിപ്പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ സിറ്റിയും കഴിഞ്ഞും പോണം. നമുക്കിനി വാങ്ങിച്ചോണ്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം നമ്മുടെ കട എങ്ങനെയാണ്, സൂപ്പറാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് മേടിച്ചോണ്ട് വന്നിട്ട് കാണിച്ചു തരാം. ഗൈസ് ഇതാണ് നമ്മുടെ കട കേട്ടാ. ഇവിടെ നൈസ് കടയല്ലേടാ ഷിൻജാനെ? എടാ ഷിൻജാനെ പിന്നെ ഞാൻ കടയിൽ CCTV വെച്ചിട്ടുണ്ട്. കള്ളന്മാരെ അല്ല പേടി, നിന്നെയാണ് എനിക്ക് പേടി. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ നീ ഇവിടെ ഇരിക്കുന്ന ഐസ്ക്രീം അത്രയും തിന്നും. നല്ലൊരു മിടുക്കൻ കുട്ടി തന്നെ. ആ ചേച്ചി ഐസ്ക്രീം എല്ലാം വേണോ? വേണ്ട മോനെ, ഇന്നലെ രാത്രി നല്ല മഴയുണ്ട്, ഇപ്പൊ തണുപ്പ്, എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ തോന്നുന്നു. ഷിൻജാനെ നമ്മളെ കച്ചവടമൊക്കെ ഫ്ലോപ്പായ. ഇന്നലെ മഴ പെയ്തപ്പോ ചെറിയ തണുപ്പുണ്ട്, അതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒന്നും വരൂലേ. എടാ ഷിൻജാനെ കടയിൽ ആള് വന്നടാ. ആ ചേട്ടന് എത്ര ഐസ്ക്രീം വേണം, ഏത് ഫ്ലേവർ വേണം? എടാ ഷിൻജാനെ അവിടെ തന്നെ ഇരിക്കാതെ അവർക്ക് പറഞ്ഞോട്. എനിക്ക് 2 വാനില മടിയതാ മോനെ ഷിൻജാനെ. നമ്മളെ കടയിൽ നിന്ന് 2 ഐസ്ക്രീം വിറ്റ് പോയിട്ടുണ്ട്. പോലടാ ഐസ്ക്രീമി. അപ്പൊ നിനക്ക് തിന്നാൻ വേണ്ടിയാണല്ലേ ഐസ്ക്രീം കടയൊക്കെ തുടങ്ങിയത്? പിന്നെ ആരീക്കടാ ഷിൻജാൻ, ഇത് ഇത്ര കസ്റ്റമേഴ്സാണ് നമ്മുടെ കടയിലേക്ക്. അയ്യോ എനിക്ക് തല ഇറങ്ങണേ. അയ്യോ ഓടാ ഷിൻജാനെ. ഹലോ ചേച്ചിക്ക് എന്തൊക്കെ ഐസ്ക്രീമാണ് വേണ്ടേ? എടാ എനിക്ക് 5 ചോക്ലേറ്റ് ഐസ്ക്രീം മതിയടാ മോനെ. ആ ചേച്ചി 5 എണ്ണത്തിന് 50 രൂപ. വലിയ അതുകൊണ്ട് ചെറുതുകൊണ്ട് വലുത് മതിയോ? ഓ വലിയത് മതി. പിന്നെ എന്നാ ഐസ്ക്രീം പിടിച്ചോ, കൊണ്ടുപോയി കുടി. ആ ചേട്ടാ ചേട്ടന് ഏത് ഐസ്ക്രീമാണ് വേണ്ടത്? എടാ എനിക്ക് 5 സിപ്പപ്പ് മതിയടാ. 5 സിപ്പപ്പ് 50 രൂപ കേട്ടാ ചേട്ടാ. എന്നാ സിപ്പപ്പ് എടുത്തോ. വായി ചേട്ടാ പൊക്കോ. ഇനി അടുത്ത ചേച്ചിക്ക് എന്തെന്നാണ് വേണ്ടത്?
എടാ മോനെ എനിക്ക് 5 ഐസ്ക്രീം മതി, അതും വാനില ഐസ്ക്രീം മാത്രം. എടാ ഷിൻചാനെ നല്ല കച്ചവടമാണല്ലോടാ. ഈ കച്ചവടത്തിന് നിനക്ക് ഇപ്പോഴെങ്കിലും ഒരു ബുദ്ധി വന്നല്ലോ. നമ്മുടെ കടയിൽ എത്ര കസ്റ്റമേഴ്സ് വന്നെന്ന് നിനക്കറിയാമോ? ആ ഡോറേമോനും വന്നാടാ. ഡോറേമോനെ എന്നാടാ ഇരുത്ത ഐസ്ക്രീം കുടി. ഈ സ്കൂളിലൊക്കെ ഷിൻചാനായിരിക്കുമല്ലേ പാട്ട്. എടാ നിൽക്കാതെ ഒരു ഐസ്ക്രീം എടുത്ത് കുടിയടാ ഡോറേമോനെ. ഓടാ നീയും കൂടെ പോയി ഒരു ഐസ്ക്രീം എടുത്ത് കുടി. എടാ ഷിൻചാനെ, ഞാൻ നിനക്ക് ഐസ്ക്രീം അല്ലേ തന്നെ, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലേ തന്നെ. ഈ ഉപകാരം പറിച്ചിലൊക്കെ കേട്ടപ്പോ ഞാൻ ഈ കടയോടെ നിനക്ക് തന്നെന്നാണല്ലേ നിന്റെ വിചാരം. ആ ഇവിടെ തന്നെ നിന്നാ മതിയോ ഷിൻചാനെ? ഇന്ന് കടയിൽ കച്ചവടമായി എല്ലാം ആയി. ഡോറേമോൻ വന്ന് ഈ 2 ഐസ്ക്രീം എടുത്ത് കുടിച്ചില്ല. ഇപ്പൊ നമുക്ക് വീട്ടിൽ പോയി കിടന്നങ്ങ് ഉറങ്ങാം. എനിക്ക് ചുമ പിടിച്ചാടാ ഷിൻചാനെ. ഐസ്ക്രീം വീണ്ടും എടുത്ത് കുടി. എനിക്കൊന്നുമില്ല ബാംഗ്ലൂർ. വാ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. എങ്കിൽ പിന്നെ വാ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാതിരിക്കുക. എന്താ വെച്ചാൽ ചെയ്യാം. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ ഉറങ്ങാതിരിക്കാതൊക്കെ. നിനക്ക് വേണമെങ്കിൽ ഉറങ്ങണ്ട, ഞാൻ പോയി കിടന്ന് ഉറങ്ങണം. എനിക്ക് നല്ല ക്ഷീണം. ആ ഫാക്ടറിയിൽ എപ്പോഴാണ് ക്ഷീണം ഇല്ലാതിരിക്കണേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.